ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് കേൾക്കുമ്പോൾ സാധാരണ ആളുകൾക്ക് ഇതെന്തോ ഒരു പ്രശ്നമാണെന്ന് തോന്നാറുണ്ട്. ഒരുപക്ഷെ പിശാചുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ ചിന്തിക്കാനൊക്കെ ഇടയുണ്ട്. ഡെവിൾസ് അഡ്വക്കേറ്റിന്റെ നേരത്തെ ഉള്ള പേര് പ്രൊമോട്ടർ ഓഫ് ഫെയ്ത്ത് എന്നായിരുന്നു. അത് പിന്നീടാണ് ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് മാറിയത്. പ്രൊമോട്ടർ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് സിക്സ്റ്റസ് അഞ്ചാമൻ മാർപ്പാപ്പായുടെ കാലത്ത് ആണ് അങ്ങനെ ഒരു സംവിധാനം സഭാ കോടതിയിൽ കൊണ്ടുവന്നത്. അത് യഥാർത്ഥത്തിൽ ഈ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം അത് പിന്നീട് വരുന്നതാണ്. ആദ്യം ഈ നീതി നടപ്പാക്കുന്നതിൻ്റെ ശക്തമായ പ്രവർത്തകൻ തന്നെ ആയിരുന്നു ഈ പ്രൊമോട്ടർ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്, നീതിയും വിശ്വാസ സംരക്ഷണവും നടത്തുന്നതിന്. ഇപ്പം നമ്മൾ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഈ ഡെവിൾസ് അഡ്വക്കേറ്റ് ഇപ്പോൾ നമ്മൾ പരിഗണിക്കുന്നതിൻ്റെ കാരണം കൂടുതലും കാനനൈസേഷൻ പ്രോസസ്സിൽ ഡെവിൾസ് അഡ്വക്കേറ്റിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് ചിന്തിക്കാനാണ്. അല്ലാതെ തന്നെ മറ്റ് നമ്മുടെ ജുഡീഷ്യൽ പ്രോസസ്സിൽ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട്. ഏതായാലും ഈ കാനനൈസേഷൻ പ്രോസസ്സിൽ എന്താണ് ഈ ഡെവിൾസ് അഡ്വക്കേറ്റ് ചെയ്യുന്നത്? ഇത് ഈ വലിയ പവറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യകാലത്ത്. പക്ഷേ പിന്നീട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വന്നപ്പോഴത്തേനും ഈ ഡെവിൾസ് അഡ്വക്കേറ്റിൻ്റെ പവർ അങ്ങോട്ട് കുറച്ച് റെഡ്യൂസ് ചെയ്ത്